അപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നം എന്തൊക്കെയാണ് വേണ്ടത്? നേന്ത്രപ്പഴത്തിൻ്റെ തൊലി, പിന്നെ ചെറിയ മത്തിയുടെ, മുള്ളൻ്റെ, നത്തൽ എന്ന് പറയില്ല കുഞ്ഞും, അതിൻ്റെയൊക്കെ മുള്ള് ചവച്ചരച്ച് കഴിച്ചാൽ, നാടൻ കോഴിയുടെ ചെറിയ മുള്ളുണ്ടാവും, നാടൻ കോഴിയില്ലേ അതിൻ്റെ ചെറിയ എല്ല്, കുഞ്ഞു എല്ല്, അത് ചവച്ചരച്ചിറക്കിയാൽ തൈറോയിഡിൻ്റെ പ്രശ്നത്തിൽ ഒരൊറ്റ പെൺകുട്ടി പിന്നെ ചികിത്സിക്കേണ്ടി വരില്ല. മരുന്ന് കമ്പനിക്കാരനാടെ ഇരുന്നിട്ട് മുട്ടായി വന്നിട്ട് വേറെ എന്ത് ചെയ്യാം? നമ്മളിങ്ങനെ തൈറോയിഡിൻ്റെ രോഗിയായിട്ട് നിങ്ങളിത് പ്രോത്സാഹനമുണ്ടോ? ഞാൻ 3 മാസം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണ് ഈ തൈറോയിഡ് കംപ്ലൈൻറ്റ്. എത്ര കൊല്ലമായി ചില പെണ്ണുങ്ങന്മാരെല്ലാം ഗുളിക കുടിക്കാൻ തുടങ്ങിയിട്ടെന്ന് ചോദിച്ചു നോക്കിയാൽ 3 മാസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് തൈറോയിഡ് സംബന്ധമായ പ്രശ്നം. പക്ഷേ 3 മാസവും ചിട്ടയോടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പൂതിക്കൊരു ആഴ്ചക്കൊരു ദിവസം മത്തിയും കഴിച്ച് പിറ്റത്തെ ആഴ്ച നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയും കഴിച്ച് തൈറോയിഡ് മാറിയിട്ടില്ലല്ലോ, അയാൾ ചുമ്മാ അയാൾ പറഞ്ഞതായിരിക്കോ? മാറത്തില്ല. പിന്നെ ചില ആളുകൾക്കൊന്നും വീട്ടിൽ മരുന്നിലേക്ക് ഒരു സമാധാനക്കേടാണ്. അങ്ങനെയുള്ള കൗമുണ്ട്, മരുന്ന് തീർന്നാ ബേജാറുള്ളവർ, മരുന്നില്ലെങ്കിൽ പ്രയാസം. മരുന്നില്ലാണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോവുക? മരുന്ന് വേണ്ടാന്ന് വെക്കുന്ന ഇതാ റിപ്പോർട്ട് ഇവിടെ ഉണ്ട് കേട്ടോ, കാണേണ്ടവർ. രോഗം മൂലം മരിക്കുന്നവരെക്കാൾ കൂടുതൽ പേർ മരിക്കുന്നത് മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ മൂലം. ഡോക്ടർ ബി എം ഹെഗ്ഡെ, ഞാനതാ പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും മരുന്ന് കുടിക്കുന്നവർ ഈ സ്ത്രീകളാണ്. ഇവരുടെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കണം. രാവിലെ ഭക്ഷണം കഴിക്കുക, പഴങ്ങൾ കൊണ്ട് തുടങ്ങുക. മനുഷ്യൻ ഭൂമിയിൽ താമസം ആരംഭിച്ചത് പഴഭക്ഷണത്തോടൊപ്പം സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഭക്ഷണം പഴമായിരുന്നു. പഴങ്ങൾ വളരെ താല്പര്യത്തോടെ കഴിക്കുന്ന ആളായിരുന്നു. നമ്മളങ്ങനെ ചെയ്യണം. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്ന ശൈലിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്? എപ്പോഴാണ് ഒരു മനുഷ്യൻ ആരോഗ്യത്തിന് ഗുണപരമാകുന്ന രൂപത്തിൽ ഭക്ഷണം കഴിക്കേണ്ടത്? വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഒരു മറുപടി അതാണ്. വിശപ്പില്ലെങ്കിലോ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ദിവസം മുഴുവൻ വിശക്കാത്ത ആളോ അയാൾ ഡോക്ടറെ കാണുക. ഇസ്ലാം പഠിപ്പിക്കുന്നു, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പൊ സദസ്സിലുള്ള ഒരാൾക്ക് ചോദ്യം, ഒരാൾക്ക് തീരെ വിശപ്പില്ല, അപ്പൊ അയാൾ തിന്നണ്ടെന്നാണോ? അതെ, അയാൾ ഭക്ഷണം കഴിക്കേണ്ടതില്ല. അപ്പൊ അയാൾക്ക് കൂടുതൽ സുഖേട് വരൂലേ? ഇല്ല, അയാൾ ഡോക്ടറെ കണ്ടാൽ മതി. ഒരാൾക്ക് വിശപ്പില്ലെങ്കിൽ അയാൾ ഡോക്ടറെ കണ്ട് ചികിത്സ തേടണം. ഒരാൾക്ക് അമിത വിശപ്പുണ്ടെങ്കിലും അയാൾ ഡോക്ടറെ കാണണം. വിശപ്പ് ആരോഗ്യമാണ്.